ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സ്റ്റഫ്ഡ് ചിക്കൻ കാപ്സിക്കം ആണ്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻറ്റ്സ്, അതിന് വേണ്ടി ഇവിടെ ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം പിച്ചി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിലിട്ട് ചൂടാക്കിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് 2 വലിയ ക്യാപ്സിക്കാണ്, 1.5 സവാള, 4 പച്ചമുളക്, 4 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുരുമുളക്, ടൊമാറ്റോ പ്യൂരി. പിന്നെ ആവശ്യമായിട്ടുള്ളത് മുളക് പൊടിയാണ്. അത് ഓപ്ഷണലാണ്. ഞാൻ 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി 1/4 ടേബിൾ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, അതുപോലെ തൈര്, മൊസറല്ല ചീസ്. വേപ്പില കുറച്ച്, മല്ലിച്ചപ്പും അത് ചെറുതാക്കി അരിഞ്ഞത്. നെക്സ്റ്റ് വേണ്ടത് നമുക്ക് ഫില്ലിങ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്ക് പാനിൽ ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാള അതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് പേസ്റ്റ് നമ്മൾ അതിൽ നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കുക. ടൊമാറ്റോ പ്യൂരി അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. മഞ്ഞൾപ്പൊടി, ഉപ്പ് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മുളക് പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എന്നിട്ട് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. എടുത്തു വെച്ചിട്ടുള്ള തൈരും അതിലോട്ട് മിക്സ് ചെയ്യുക. മസാല നല്ല സെറ്റായ ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്യുക. ആഫ്റ്റർ നമുക്ക് മല്ലിച്ചപ്പും വേപ്പിലയും അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്യാപ്സിക്കിൻ്റെ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ക്യാപ്സിക്കത്തിൻ്റെ ടോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കാം. ലെയർ ആയിട്ടാണ് ചെയ്യേണ്ടത്. നമ്മൾ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുക. അതിന് മേലെ പിന്നെയും മസാല ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളത് ഫുൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ മുകളിൽ കുറച്ച് കസൂരി മേത്തി ആഡ് ചെയ്യുന്നുണ്ട്. കസൂരി മേത്തി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. കസൂരി മേത്തി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയ ശേഷം കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്തിട്ട് എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ ഇപ്പോൾ ഫില്ലിങ് റെഡി ആക്കി വെച്ചിട്ടുള്ള ക്യാപ്സിക്കം വെച്ച് കൊടുക്കുക. ഇതൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടി വെക്കുക. സ്റ്റഫ്ഡ് ചിക്കൻ ക്യാപ്സിക്കം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.